ഇപ്പോൾ പാലക്കാട് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു മാധ്യമങ്ങൾ കാണുകയാണ്. അതിലേക്ക് ഇവർ മത്സരിക്കാതിരിക്കുന്നത്. ഇപ്പോൾ ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയിൽ കുറേ വാർഡുകളിൽ കൊടുത്തിട്ടില്ല. അതെ, കുറേ വാർഡുകൾ 5 ഇടങ്ങളും 5. ഈ 5 ഇടങ്ങളിൽ അവരാരുമായിട്ടായിരിക്കും ധാരണ? സ്വാഭാവികമായിട്ടും ഞങ്ങൾ 2015 തെരഞ്ഞെടുപ്പിൽ 11 സീറ്റിൽ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു ആ മുനിസിപ്പാലിറ്റി. 2020 BJP ഞങ്ങൾ ജയിച്ച 11 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല. എന്തിനായിരുന്നു ഉദ്ദേശം? അത് മറികടന്നിട്ടാണ് ഞങ്ങൾ 16 സീറ്റ് അവിടെ വിജയിച്ചത്. അപ്പോൾ ഞങ്ങൾ വിജയിച്ച സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലായിരുന്നു അവരുടെ ലക്ഷ്യം. അത് ജില്ലയിൽ 43 ഇടങ്ങളിൽ BJPയും കോൺഗ്രസിൻ്റെയും ധാരണ പ്രകാരം തുടരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് അവരുടെ നിലപാട്. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ എന്തെല്ലാം ഇനി ഇടപാടുകൾ നടക്കുമെന്ന് നമുക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ? മാധ്യമങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ഞങ്ങളുടെ മുന്നണിയിലെ ഏതോ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നോണ്ടി വലുതാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ നിന്ന് ചൊറിയുന്നുണ്ടല്ലോ. നിങ്ങളെന്ത് ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ കാണാതെ പോകുന്നത്? മുനിസിപ്പാലിറ്റിക്കകത്ത് ആ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ടുള്ള മുൻ BJP നേതാവ്, അപ്പോൾ അവരെല്ലാം നിങ്ങളെ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞില്ലേ, നിങ്ങളൊരു വാർത്തയ്ക്ക് വേണ്ടി കൊടുത്തു എന്നല്ലാതെ നിങ്ങളത് എന്താണ് അതിൻ്റെ വസ്തുത എന്ന് ഇപ്പോഴും മനസ്സിലാക്കി പുറത്തു കൊണ്ടുവരുന്നുണ്ടോ? എന്തായിരുന്നു അവരുടെ അഭിപ്രായ വ്യത്യാസം? എന്തിനായിരുന്നു അവരെ മാറ്റിയത്? എന്താണ് BJPയുടെ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം? അപ്പോൾ അതെല്ലാം ഈ നാട്ടിൽ ഇങ്ങനെ പരസ്യമായി നടക്കുമ്പോൾ, അവരുടെ ഇടയിൽ തമ്മിത്തല്ല് വ്യാപകമായി നടക്കുമ്പോൾ, സീറ്റിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും എല്ലാത്തിനും വേണ്ടി നടക്കുമ്പോൾ നിങ്ങൾക്കത് പ്രശ്നമേ അല്ല. നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്കത് പ്രശ്നമേ അല്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പല വാർഡുകളിലും അതേപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിലടക്കം UDFന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നു. ശ്രീകണ്ഠൻ MP പറയുന്നത് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമൊക്കെ വിടുന്നു. ഇനി പറഞ്ഞ് നമ്മളടക്കം നാറണ്ട. വെറുതെ എന്തിനാ ഇനി അതിന് വർത്താനം പറയണത്? ആ പേരിനി അങ്ങോട്ട് ഒഴിവാക്കി. നിങ്ങൾ പുതുനഗര പഞ്ചായത്തിലെ ലീഗാണ് ഭരിക്കുന്നത്. അവിടെ മുഖ്യ പ്രതിപക്ഷമായിട്ട് ഈ ടൈമിലുള്ളത് BJP ആണ്. പക്ഷെ അവിടെയും 4 സീറ്റുകളിലാണ് BJP മത്സരിക്കാതിരിക്കുന്നത്. അവിടെ ആളില്ല തങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ഞങ്ങളെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമേ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഏഷ്യാനെറ്റുകാരൻ തന്നെ ചോദിക്കണം. ഏഷ്യാനെറ്റിൻ്റെ മുതലാളി അത് പരിശോധിച്ചാൽ മതി. ഏഷ്യാനെറ്റിൻ്റെ മുതലാളി അതെന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മതി. കൃത്യമായിട്ട് അതേപോലെ ഈ കേരളത്തിൽ നയിക്കുന്നത് BJPയെ അതങ്ങോട്ട് പരിശോധിക്കുക. അതാണ് അതിനുള്ള ഉത്തരം. ഞാനത് പറഞ്ഞല്ലോ, പൊളിറ്റിക്കലി അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 43 സീറ്റുകളിൽ കോൺഗ്രസ് എന്തായാലും അട്ടപ്പാടിയിലെ CPIM നേതാവിന്റെ ഭീഷണിയൊക്കെ തള്ളുകയാണ് ജില്ലാ സെക്രട്ടറി.